ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിങ്ങനെ മൊഞ്ചന്മാരായിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ആടി സെയിൽ നടക്കുന്നത്, സൂര്യ സിൽസിലുള്ള ആടി സെയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു തളിപ്പറമ്പ് സൂര്യ സിൽസിൽ പോയിട്ട് ഡ്രസ്സ് കുറച്ച് പർച്ചേസ് ചെയ്താലും. അങ്ങനെ ബസ് കത്തുന്നു, അതാ പോകുന്നു പ്രിയദർശിനി. ഒരിക്കലും കയറാൻ പറ്റില്ല, ഭൂന്ന് പറഞ്ഞ് പോകുന്ന മാത്രമേ കാണുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ വെറുതെ എൻ്റെ ക്യാമറ ഒന്ന് ഓണാക്കി നോക്കിയപ്പോൾ 2 കൊമ്പ് വെച്ചതുപോലെ ഗൈസ്. അയ്യോ, മുടിയെല്ലാം പോയാച്ചേ. അപ്പോൾ നമ്മളെ ബസ് ഇങ്ങനെ ഒച്ച ചെയ്യുന്നവരെ മെല്ലെ പോയിട്ട് എത്ര മണിക്കാണ് എത്തിയതെന്നൊന്നും പറയാൻ പറ്റില്ല. സൂര്യ സിൽസ് ആടി സെയിൽ നടക്കുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരുമാതിരിപ്പെട്ട ഒരു തിരക്കും ഞാൻ അതിൻ്റെ അത് കണ്ടിട്ടില്ല. ഒരു 5-6 സുന്ദരികൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് മാത്രമേ അവിടെ ചുമരുമ്പല് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി പോയാൽ നിങ്ങൾക്കറിയാലോ ഫസ്റ്റ് എവിടെയാണ് പോകുന്നത്, നമ്മളെ ഫ്ലോറിൽ തന്നെ. അവിടെ എല്ലാത്തിനൊന്നും ഓഫർ കിട്ടിയില്ലെങ്കിൽ ചിലത് മാത്രമേ ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം 149, 179, 129 അങ്ങനെയൊക്കെയുള്ള റേറ്റിന് നല്ല ക്വാളിറ്റി ഇല്ല കുറച്ച് സാധനങ്ങളുണ്ട്. അവർ കുറച്ചായിട്ട് വെച്ചുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പം ചിലതെല്ലാം എടുത്തിട്ട് ഞാൻ ട്രയൽ അടിച്ച്. ഇതിന് 149, നല്ല ബ്ലാക്ക്, നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇതിന് അതിൻ്റെ അകത്തൊരു പൂച്ചിക്കുട്ടിയുണ്ട്. ഇത് 250, 500 ഇട്ടത് പകുതി വില. അതെല്ലാം നല്ല രസമുള്ള ഭംഗിയുള്ള സംഭവമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം ഇവിടെയെല്ലാം ഒരുപാട് കളക്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ചിലതല്ല ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു. 149, 249 റുപ്യല്ലോ അതിന്. ഇതെല്ലാം പകുതി വില എൻ്റെ സാധനം. 300, 450 റുപ്യ നമുക്ക് കിട്ടും. ഈ സാരിക്ക് 300 രൂപയുള്ളൂ ഗായ്സ്. അപ്പോൾ പിങ്കി മോൾ എന്ന് പറയാൻ പോകുന്നത്, പിങ്കുള്ള ഇതിന് 150 റുപ്യ. ട്രൗസറും ബനിയനും അത് ഞാൻ അങ്ങ് എടുത്ത്. അപ്പോൾ പിന്നെ നമ്മൾ പോയത് മെൻ കളക്ഷനിലേക്കാണ്. എനിക്ക് പിന്നെ കളർഫുള്ളായിട്ടുള്ള ഇതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കാണ് പോവുക. അപ്പോൾ മെന്നിന് ഒരുപാട് കളക്ഷൻ ഉണ്ട്. അവരെല്ലാം പണിക്കോയതുകൊണ്ട് ആൾക്കാർ വരുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 200 റുപ്യക്കെല്ലാം ടീഷർട്ട് ഉണ്ട് നല്ല. പിന്നെ അങ്ങനെയെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 2:30 ആയി ഗൈസ്. ചത്ത് എന്ന് പറയാം. ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണെന്ന് മേക്കപ്പെല്ലാം പോയി, ലിപ്സ്റ്റിക്കും ഇല്ല, ഫൗണ്ടേഷനും ഇല്ല. അങ്ങനെ വീട്ടിലെത്തി ഗൈസ്, ഭയങ്കര ടയേർഡ്. ചോറും തിന്നില്ല, ഇനി ചോറെല്ലാം തിന്നണം, സെറ്റ് ആക്കണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.